നമസ്കാരം, എൻ്റെ പേര് അഞ്ജന. UPSC 3rd റാങ്കാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ എനിക്ക് കിട്ടിയത്. ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ഞാനൊട്ട് എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. ഒരു 30-നുള്ളിലൊക്കെ വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ 3rd റാങ്ക് കിട്ടുന്നിട്ടും പ്രതീക്ഷിച്ചില്ല. അത് ഭയങ്കര സന്തോഷമായി. അത് വീട്ടിലും ഫാമിലി എല്ലാവർക്കും. ആൾ ഒരുപാട് ആഗ്രഹിച്ചാണ് ടീച്ചിങ് ഫീൽഡായിട്ട് തിരഞ്ഞെടുക്കണമെന്ന്. അപ്പോൾ അതെന്നെ കിട്ടിയെന്നുള്ളത് വളരെ സന്തോഷമാണ്. നമസ്കാരം, എൻ്റെ പേര് അഞ്ജന. ഞാൻ മണ്ണഴി കോട്ടപ്പുറത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഇപ്പോൾ LPSC മലപ്പുറം ജില്ലയുടെ 3rd റാങ്കാണ് എനിക്ക് കിട്ടിയത്. ഞാൻ പഠിച്ചത് മലപ്പുറം എയ്സിലായിരുന്നു. ഞാൻ 2013 മുതൽ എയ്സിൽ സ്റ്റുഡൻ്റാണെന്ന് പറയാം. കേട്ടറ്റായിട്ട് മറ്റു PSC എക്സാമുകൾക്കൊക്കെ എയ്സിൽ ഞാൻ പഠിച്ചിരുന്നു. ഇപ്പം ലാസ്റ്റായിട്ട് ഈ മലപ്പുറം LPSCയുടെ PSC ഈ എക്സാമിന് വേണ്ടിയിട്ടാണ് കൂടുതൽ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ അവിടുത്തെ വീക്ക്ലി എക്സാംസും അതുപോലെ മൺഡേ എക്സാമൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടും ആ എക്സാം ടോപ്പിക്കുകളും അതുപോലെ എക്സാമുകളെല്ലാം ഞങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്തിരുന്നു, റിപ്പീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു കമ്പൈൻ സ്റ്റഡി ആയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്തിട്ടായിരുന്നു നോക്കിയിരുന്നത്. അത് നല്ലോണം ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീക്കിലി ടോപ്പിക്സൊക്കെ തരുന്നായിരുന്നു ക്ലാസ്സിൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അത് വീണ്ടും ഞങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും എക്സാം എഴുതി പരിശ്രമിച്ചിരുന്നു. അതാണ് ഇതിൽ ഏറ്റവും എനിക്ക് നല്ലൊരു ഗുണമായിട്ട് ബെനിഫിറ്റായിട്ട് തോന്നിയിട്ടുള്ളത്. 3rd റാങ്ക് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. 3rd റാങ്കൊന്നും പ്രതീക്ഷിച്ചില്ലെങ്കിലും ലിസ്റ്റിൽ വരുന്ന എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ മാർക്ക് കാര്യങ്ങൾ കൂട്ടിയപ്പോൾ ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു. എന്നാലും 3rd റാങ്ക് എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ്. ഒന്നാമത് ടീച്ചിങ് ആണ് ഒരു പ്രൊഫഷൻ എന്നുള്ളത് ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ആ പ്രൊഫഷൻ തന്നെ ഇങ്ങനൊരു ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടുമ്പോൾ സന്തോഷം ഇരട്ടിയാണ്. കാരണം ആൾ ഒരുപാട് ആഗ്രഹിച്ചാണ് ടീച്ചിങ് ഫീൽഡായിട്ട് തിരഞ്ഞെടുക്കണമെന്ന്. അപ്പോൾ അതെന്നെ കിട്ടിയെന്നുള്ളതിൽ വളരെ സന്തോഷമാണ്. അതോടൊപ്പം തന്നെ ഈ കോച്ചിങ്ങൊക്കെ നന്നായിട്ട് ചെയ്തിരുന്നു. എയ്സിൽ മലപ്പുറത്ത് എയ്സിൽ കോച്ചിങ്ങിന് ചേർന്നു. അത് കഴിഞ്ഞിട്ട് മലപ്പുറത്ത് തന്നെ ആ എയ്സിൽ നിന്ന് കിട്ടിയ കുറച്ച് പേരായിട്ടുള്ളൊരു കമ്പൈൻ സ്റ്റഡി ആയിരുന്നു മലപ്പുറത്തുണ്ടായിരുന്നത്. അതൊക്കെയാണ് ഇത് കിട്ടാൻ ഒന്നുകൂടി കാരണമായത്. കാരണം ഒരുപാട് സമയം ഗ്രൂപ്പ് ഇരുന്ന് സ്റ്റഡി ചെയ്തിരുന്നു. നമുക്ക് തന്നെ അറിയായിരുന്നു. ദിവസവും വൈകുന്നേരം ഇവിടെ വന്നാലും ഫോണിലൂടെയൊക്കെ ഡിസ്കസ് ചെയ്ത് എല്ലാ സമയത്തും അതിനെക്കുറിച്ച് തന്നെയായിരുന്നു ഡിസ്കഷൻ. അങ്ങനെ ഒരു ഡിസ്കഷനും ഭാഗമൊക്കെ ആയിട്ടാണ് ഇത് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി ഇപ്പോൾ എക്സാമുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് എൻ്റെ ഒരു അനുഭവത്തിലുള്ളൊരു ഇത് പറയുകയാണെങ്കിൽ എയ്സ് നല്ലൊരു സ്ട്രാറ്റജി തരുന്നുണ്ട്. എങ്ങനെ പഠിക്കണം എന്നുള്ളതിനും അതുപോലെ ടോപ്പിക്സ് വൈസൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് തരുന്നുണ്ട്. അത് നമ്മൾ വീണ്ടും അവിടെ പഠിക്കുന്നത് മാത്രമല്ല, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. എക്സാം ആയാലും എല്ലാം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് നല്ല ഗുണമായിരിക്കും. എങ്ങനെ എക്സാം എഴുതണം എന്നത്, എത്ര ടൈം എല്ലാം നമുക്ക് കറക്റ്റ് നോക്കി എഴുതാൻ അത്രയും ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. എക്സാം ആയാലും എല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. എനിക്കിപ്പോൾ ഈ 3rd റാങ്ക് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത് ഹസ്ബൻഡും മോളുമാണ്. അതുപോലെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലി, അതുപോലെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കമ്പൈൻ സ്റ്റഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള എല്ലാ ഫ്രണ്ട്സും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും, അതുപോലെ എയ്സിലെ സാർമാർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്.